ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും SMK മെഡിക്കൽ റെസിപ്പിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മളൊരു അടിപൊളി കറാച്ചി ഹൽവയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ അതിനാവശ്യമായിട്ട് 1 കപ്പ് കോൺഫ്ലവർ, അതുപോലെ 2 കപ്പ് വെള്ളം. 1 കപ്പ് കോൺഫ്ലവറിലേക്ക് 2 കപ്പ് വെള്ളം എന്ന രീതിയിലാണ് നമ്മളിവിടെ എടുക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഷുഗർ മെൽറ്റ് ചെയ്ത് തുടങ്ങാം. 2 കപ്പ് ഷുഗറാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. 2 കപ്പ് ഷുഗറിലേക്ക് 1 കപ്പ് വെള്ളം എന്നുള്ള റേഷ്യോ ആണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മെൽറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷമാണ് ഇനി നമുക്ക് നമ്മുടെ മാറ്റി വെച്ചിട്ടുള്ള കോൺഫ്ലവറിൻ്റെ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. പതുക്കെ മിക്സ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം. കോൺഫ്ലവറിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുന്നതിനനുസരിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓണാക്കിയതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. ശേഷം നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ ഏലക്കയുടെ പൊടി ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം ഒരു 5 ടേബിൾ സ്പൂൺ ഗീയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റും അതുപോലെ തന്നെ സ്മെല്ലൊക്കെ കിട്ടും. 5 ടേബിൾ സ്പൂൺ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് 5 or 6 കൂടുതൽ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഹൽവയുടെ മിക്സ്ചർ കട്ടായി പോകും. അതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ ഫുഡ് കളറാണ് നമ്മൾ ആഡ് ചെയ്യണത്. നിങ്ങൾക്ക് കൂടുതൽ കളർ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് നമ്മുടെ ഹൽവയിലേക്കുള്ള ഡെക്കറേഷനായിട്ടുള്ള നട്ട്സുകൾ, ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വീട്ടിൽ എന്താ ഉള്ളതെന്നുള്ള രീതിയിൽ ഡ്രൈ ഫ്രൂട്ട്സാ, നട്ട്സാ, അതുപോലെ തന്നെ കാഷ്യൂ നട്ട്, പീനട്ട് ഒക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നന്നായി നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഏകദേശം നമ്മുടെ ഹൽവ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഫൈനൽ സ്റ്റേജാണ്. അപ്പോൾ ഇനി നമുക്കിത് ജെല്ലി ടൈപ്പ് ആവുന്നത് വരെ നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തിരിച്ചു മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഏകദേശം നമ്മുടെ ഹൽവ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ട്രേ എടുത്തതിന് ശേഷം അതിൽ കുറച്ച് ബദാമും അതുപോലെ തന്നെ കാഷ്യൂ നട്ടും ഞങ്ങൾ ഇടുന്നുണ്ട്. നിങ്ങളിലുള്ള എന്താണെന്ന് വെച്ചാൽ ഇടുക. എന്നിട്ട് നമുക്ക് നമ്മുടെ ഹൽവ അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. കൂടുതൽ ക്വാണ്ടിറ്റി ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഓരോ ലെയർ തിരിച്ചിട്ട് ആ ലെയറിൽ നമുക്ക് നട്ട്സൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഡിസൈൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളുടെ ഫില്ലിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നല്ല രീതിയിൽ ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഷേപ്പിംഗ് കഴിഞ്ഞിട്ടുണ്ട്. കുറച്ചും കൂടി നട്ട്സ് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് നമ്മൾ മേലെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹൽവ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഫ്ലിപ്പ് ചെയ്തപ്പോഴാണ് അത് കാണുന്നത്. ഈ കാണുന്ന ഹൽവ എന്ന് പറയുന്നത് നമ്മളതിന് ശേഷം നമ്മുടെ കുഞ്ഞിപ്പാക്ക് ഗൾഫിലേക്ക് കൊടുത്തേക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. കുറച്ചുകൂടി കളറും അതുപോലെ തന്നെ ഗീയും ആഡ് ചെയ്തിരുന്നു. അപ്പോൾ കുറച്ചുകൂടി നല്ല രീതിക്ക് നമുക്ക് കിട്ടുകയുണ്ടായി. അപ്പോൾ ഞങ്ങളിതൊന്ന് നിങ്ങൾക്ക് കട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. നമ്മൾ നന്നായിട്ട് ഇളക്കിയിട്ട് എടുക്കുന്ന ഹൽവ ആണെന്നുണ്ടെങ്കിൽ, നന്നായിട്ട് ചൂടാക്കി എടുക്കുന്ന ഹൽവ ആണെന്നുണ്ടെങ്കിൽ 15 ദിവസം നമുക്കത് വീട്ടിലെടുത്ത് വെക്കാനൊക്കെ സാധിക്കും റൂം ടെമ്പറേച്ചറിൽ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് ഇളകി പൊട്ടണ രീതിയിൽ നമ്മുടെ ഹൽവ സിമ്പിളാണ്, നല്ല സോഫ്റ്റാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ട്രൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. അടുത്തൊരു പുതിയ റെസിപ്പി ആയിട്ട് വരുന്നത് വരെ താങ്ക് യു.